ഹലോ അസ്സാം വലൈക്കും. 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടിയും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൈദ എടുത്തത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് അപ്പസോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. ഇനി ഇത് നമുക്ക് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കേണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് എണ്ണ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നെയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ആരാരു പോലെയൊക്കെ ഉണ്ടായിരിക്കും. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ് ഇത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.